ഇതൊരു സിമ്പിൾ ലൈറ്റ് ന്യൂസ് വീഡിയോ ആണ്. എന്നാലും വളരെ സീരിയസ് ആയിട്ട് ഗൗരവമുള്ള ചില വിഷയങ്ങൾ ഇതിൽ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് ഈ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകർക്ക് മനസ്സിലാവുമെന്നാണ് പ്രതീക്ഷ. വളരെ രസകരമായ ഒരു കാഴ്ച കഴിഞ്ഞ ദിവസം നമ്മുടെ ഗവർണറുടെ വെള്ളയമ്പലത്ത് രാജ്ഭവനിൽ അരങ്ങേറി. കാണുമ്പോൾ അത് വളരെ നല്ല കാര്യമാണ്. നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്രമാത്രം നല്ലൊരു മൃഗസ്നേഹിയാണെന്ന് ആ ദൃശ്യങ്ങളിൽ പറയുന്നുണ്ട്. അതായത് രാജ്ഭവനിലേക്ക് 2 വിശിഷ്ട അതിഥികൾ വന്നു. അവരിപ്പോൾ അന്തേവാസികളാണ്. അമ്മയും മകനുമാണ് വന്നത്. ഒരു പശുവും അതിൻ്റെ കുട്ടിയും. അത് കാളയാണ്, കുട്ടി കാളക്കന്നാണ്. ഗവർണർ ഇറങ്ങി വന്ന് പൂമുഖത്ത് മാലയിട്ട് തീറ്റ കൊടുത്ത് അലങ്കരിച്ച വസ്ത്രങ്ങൾ അണിഞ്ഞ് ഈ അമ്മയെയും മകനെയും സ്വീകരിച്ചു. അവർക്ക് ഗവർണർ പേരിട്ടു. അമ്മയ്ക്ക് നന്ദിനി എന്നും മകന് അതിൻ്റെ ഒരു അക്ഷരം കുറച്ചിട്ട് നന്ദി എന്നും. നന്ദി നമുക്കറിയാം, ശിവന്റെ വാഹനമാണ് നന്ദി. ഇത് വളരെ രസകരമായ ആസ്വാദ്യകരമായ ഒരു സംഭവമാണ്. പക്ഷെ ഇതിന് പിന്നിൽ ഒരു വലിയ രാഷ്ട്രീയം ഒളിച്ചിരിപ്പുണ്ട്. അതാണ് ഞങ്ങൾ പറയാൻ ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയാറായി. ഇനി ഏതാണ്ട് 7 മാസങ്ങളോളമേ ഗവർണർ കാലാവധി ബാക്കിയുള്ളൂ. അതിനു മുമ്പായിട്ട് കേന്ദ്ര സർക്കാരിനെയും നരേന്ദ്രമോദിയെയും പ്രീതിപ്പെടുത്തി അടുത്ത ലാവണം ഏതെന്ന് ഉറപ്പിക്കാനുള്ള അദ്ദേഹം കളിക്കുന്ന ഈ ഒരുതരം രാഷ്ട്രീയത്തിൻ്റെ, അതിനെ നാലാംകിട രാഷ്ട്രീയമെന്നോ തരംതാണ രാഷ്ട്രീയമെന്നോ, കാരണം 8-9 പാർട്ടികൾ മാറി 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 വന്ന് ഒരാളിനെ പറ്റി നമുക്ക് അങ്ങനെയല്ലേ വിലയിരുത്താൻ പറ്റും. അപ്പോൾ ഇപ്പോൾ വിരമിക്കുമ്പോൾ, ഗവർണർ സ്ഥാനം തീരുമ്പോൾ അടുത്ത ഒരു പോസ്റ്റ് ഞങ്ങൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. കേന്ദ്ര മന്ത്രിസഭയിൽ നരേന്ദ്രമോദി വീണ്ടും വരികയാണെങ്കിൽ, അല്ലെ BJP വരികയാണെങ്കിൽ ഒരു മന്ത്രിസ്ഥാനം, അല്ലെ വീണ്ടും ഒരു ഗവർണർ ടൈം എവിടെയെങ്കിലും, കേരളത്തിലോ മറ്റെവിടെയെങ്കിലും, അല്ലെങ്കിൽ അതുപോലെ ഒരു മാന്യമായ ഒരു പദവി. ഈ അധികാരം നുണഞ്ഞാൽ പിന്നെ അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്നറിയാമല്ലോ. അതാണ് അതിൻ്റെ വിഷയം. അതിന് മൃഗസ്നേഹം കാണിക്കുന്നത് ഒരു അടവാണെന്ന് ഞങ്ങൾ സംശയിക്കുന്നു. ഞങ്ങൾ രാജ്ഭവനിലേക്ക് പശു വളർത്തലിന് പശുവിനെയും കുട്ടിയെയും കൊണ്ടുവന്നതിനൊന്നും ഞങ്ങളെതിരല്ല. ഇത് നമ്മുടെ നാട്ടിൽ ഞാൻ ജനിച്ചു വളർന്ന എൻ്റെ വീട്ടിൽ, പത്തനംതിട്ടയിൽ ഉൾപ്പെടെ നമ്മുടെ നാട്ടിലെ ഗ്രാമങ്ങളിൽ, നാട്ടുംപുറത്ത് മിക്കവാറും എല്ലാ വീടുകളിലും പശുക്കളുണ്ട്, പശുക്കറവയുണ്ട്, ഇപ്പോഴും ഉണ്ട്. അതൊരു ആദായമായിട്ട് ക്ഷീരകർഷകർ കാണുന്നു. പിന്നെ ഒരു പ്രായം കഴിയുമ്പം പശുക്കളായാലും കാളക്കുട്ടി വലുതാകുമ്പോൾ അതിനെ കേരളത്തിൽ ബീഫ് കഴിക്കുന്ന ഒരു വലിയ സമൂഹമാണ്. അപ്പം അതിനെ സ്വാഭാവികമായിട്ട് അതിനെ കശാപ്പിന് കൊടുക്കും. അതും ഒരു വരുമാന മാർഗമാണ്. അല്ലാതെ ഒരു ഗോമാതാവ് എന്ന് പറഞ്ഞിട്ട് ഈ പശുക്കളെ അത് അതിൻ്റെ ജീവൻ പോകുന്നവരെ പരിപാലിക്കാനൊന്നും കേരളത്തിലെ കർഷകർക്ക് സാധിക്കത്തില്ല. ആ ഒരു സംസ്കാരം, ഗോശാല സംസ്കാരമൊന്നും വടക്കേ ഇന്ത്യയിലെ പോലെ UP-യിലെ പോലെ ഇവിടെയില്ല, നമുക്കറിയാവുന്നതാണ്. അപ്പം അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കൂടുതൽ പോകുന്നില്ല. കാരണം മലയാളിക്ക് ഇത് പുതുമയല്ല. ഇപ്പം ഗവർണർ രാജ്ഭവനിൽ കാണിച്ച ഈ ഒരു അഭ്യാസം, അത് മലയാളിക്ക് പുതുമയൊന്നുമില്ല. മലയാളികൾ എത്രയോ നാളുകളായിട്ട് വീടുകളിൽ പശുക്കളെ വളർത്തുന്നു. ഇപ്പം നഗരങ്ങളിൽ പരിമിതിയുണ്ട്, പക്ഷെ ഗ്രാമങ്ങളിൽ ഇപ്പോഴും ചെല്ലുക. ക്ഷീര ഉൽപാദനം റെക്കോർഡിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ. അവിടെയും പിണറായി സർക്കാരിൻ്റെ ഒരു വലിയ പങ്കുണ്ട്. ഞങ്ങളുടെ നാട്ടിൽ തന്നെ മിക്ക വീടുകളിൽ ഇപ്പോൾ പിന്നെ 1-2 പശുക്കൾ, 3 പശുക്കളുണ്ട്. മിൽമയുടെ കളക്ഷൻ സെൻ്ററുണ്ട്. അവർ രാവിലെ കറന്ന് ലിറ്റർ കണക്കിന് പാലാണ് കൊണ്ട് മിൽമ കൗണ്ടറിൽ കൊടുത്തിട്ട് അതിൻ്റെ പൈസയും വാങ്ങിപ്പോകുന്നത്. അതൊരു ജീവിത ഉപാധി മാർഗമാണ്. കേരള ഗവൺമെൻറ് അതിൽ വളരെ മുൻപന്തിയിൽ ക്ഷീരോത്പാദനത്തിൽ കേരളം റെക്കോർഡിലേക്ക് കൊണ്ടിരിക്കുകയാണ്. അതതിൻ്റെ എക്കണോമിക്സ്. ഇവിടെ ഇത് രാഷ്ട്രീയം. അതാണ് ഇതിന് തമ്മിലുള്ള വ്യത്യാസം. ആരെ കാണിക്കാനാണ് ഇത് ചെയ്യുന്നത്? ഈ ഗവർണർ. ഇദ്ദേഹത്തിന് മൃഗസ്നേഹം ഉണ്ടെങ്കിൽ ഞങ്ങളതിനെ മാനിക്കുന്നേ ഉള്ളൂ. പക്ഷേ ഇതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന വളരെ കൗശലക്കാരൻ്റെ ഒരു രാഷ്ട്രീയമുണ്ടല്ലോ, അതിനോട് നമുക്ക് യോജിക്കാനാവില്ല. അപ്പോൾ ചോദിക്കും, ഇത് സർക്കാർ ചെലവിലാണല്ലോ ഗവർണർ
ഈ പശുക്കളെ വളർത്തുന്ന അവിടെ രാജ്ഭവനിലെ ഗവർണറെ പോറ്റുന്നതിന് ഒരു കൊല്ലം, ഒരു വർഷം, പിന്നെ ഗവർണറുടെ ശമ്പളം ഉൾപ്പെടെ 2.5 കോടി രൂപയാണ് കേരള സർക്കാർ ചെലവഴിക്കുന്നത് രാജ്ഭവന് വേണ്ടി. ഗവർണർ, മറ്റ് സ്റ്റാഫുകൾ, അവിടുത്തെ അനുബന്ധ സൗകര്യങ്ങൾ, ഇതിനെല്ലാം കൂടി 2.5 കോടിയോളം രൂപയാണ് ഒരു വർഷം ഗവൺമെൻറ് ചെലവഴിക്കുന്നത്, സംസ്ഥാന സർക്കാർ. അത് നമ്മൾ മറന്നുപോകരുത്. ഇനി മറുചോദ്യം വരാം. നിങ്ങൾ എപ്പോഴും ഇങ്ങനെ രാഷ്ട്രീയം പറയുന്നത്? ക്ലിഫ് ഹൗസിൽ പശുത്തൊഴുത്തില്ല, അവിടെ 42 ലക്ഷം രൂപ മുടക്കിയിട്ട് അവിടെ പശുത്തൊഴുത്ത് ഉണ്ടാക്കിയില്ലേ പിണറായി വിജയൻ മുഖ്യമന്ത്രി? അവിടെ 5-8 പശുക്കൾ വഴിയില്ലേ? നിങ്ങളെന്താ ഒന്നും മിണ്ടാത്തത്? ഞങ്ങൾ പറയാം, അവിടെ പുതുതായിട്ടൊരു പശുത്തൊഴുത്തും പണിതിട്ടില്ല. ഇപ്പം പണിതു. അതിൻ്റെ സാഹചര്യമാണ് പഴയത് ജീർണിച്ച് പോകാറായപ്പോൾ പഴയ പശുത്തൊഴുത്ത് ക്ലിഫ് ഹൗസിലുണ്ട്. അത് 30 വർഷം പഴക്കമുള്ള പശുത്തൊഴുത്ത് അത് ഉപയോഗശൂന്യമായിക്കൊണ്ടിരിക്കുമ്പോൾ പുതിയ പശുത്തൊഴുത്ത് ഓൾറെഡി അവിടെ 3-4 പശുക്കളുണ്ട്. അപ്പോൾ പുതിയ പശുത്തൊഴുത്ത് അവിടെ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് 42 ലക്ഷം രൂപ ചെലവഴിച്ചു എന്നൊക്കെ പറയുമ്പം അത് ഒരു എത്ര സ്ക്വയർ ഫീറ്റിലാണ്? കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 700 സ്ക്വയർ ഫീറ്റ് വേണം പറയാം. 700 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിക്കുന്ന ഒരു പശുത്തൊഴുത്തിന് അത് വലുതാണ്. 7-8-9 പശുക്കളെ അവിടെ വളർത്തുന്നുണ്ട്. അപ്പോൾ അതിന് പുതുക്കി പണിയല്ല, പുതിയത് പണിതതിന് അത്രയും പണം ചിലവാകും. ഞാനൊരിക്കൽ തൊടുപുഴയിൽ പി.ജെ. ജോസഫിൻ്റെ വീട്ടിൽ പോയപ്പോൾ കണ്ടത്, അദ്ദേഹം വലിയൊരു ക്ഷീരകർഷകനാണ്. എല്ലാ കൃഷിയും അറിയാമല്ലോ. കേരള കോൺഗ്രസ് നേതാവ് പി.ജെ. ജോസഫ്. 30ഓളം പശുക്കൾ അവിടെ തൊഴുത്തിലുണ്ട്. ഓരോന്നിനും ഓരോ പേരുകളും പി.ജെ. ജോസഫ് ഇട്ടിട്ടുണ്ട്. പേര് ചൊല്ലി ഓരോന്നിനെയും വിളിക്കും. അതിനകത്ത് പിന്നെ ശീതീകരണ സംവിധാനങ്ങളുണ്ട്. നൂൽമഴ പോലെ ഇങ്ങനെ വേനൽ ചൂട് വരുമ്പോൾ പശുവിൻ്റെ ദേഹത്ത് ഇങ്ങനെ വെള്ളം വീഴാനുള്ള സംവിധാനമുണ്ട്. അവിടെ മ്യൂസിക് സിസ്റ്റമുണ്ട്, പാട്ട് കേൾപ്പിക്കാനുണ്ട്. അപ്പം ഇതൊക്കെ പാലുൽപാദനം കൂട്ടാവുന്ന ചില സയൻറ്റിഫിക് രീതികൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പം എന്താ, ക്ലിഫ് ഹൗസിൽ പാട്ട് വെച്ച പിന്നെ കാലിത്തൊഴുത്ത് ക്ലിഫ് ഹൗസിൽ സംഭവിച്ചത് ഇതാണ്. അപ്പം അതുകൊണ്ട് പശുക്കളെ സ്നേഹിക്കാനും മലയാളികളെ പഠിപ്പിക്കാനും ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന ഗവർണർ ഇങ്ങോട്ട് വരേണ്ട കാര്യമൊന്നുമില്ല. അപ്പം ക്ലിഫ് ഹൗസിൽ മുഖ്യമന്ത്രിയുടെ അവിടെ പുതിയ കാലിത്തൊഴുത്ത് വന്നപ്പോൾ അതിനെ എത്രയോ വിമർശിച്ചവർ ഇതിനെപ്പറ്റി എന്താ പറയുക? അതിനെയും നന്നായി പറയണ്ടേ? സംഘികൾ ഉൾപ്പെടെ ചോദിക്കുന്നത്, പശുക്കളെ സ്നേഹിക്കുന്ന ഒരു തൊഴുത്തുണ്ടാക്കുന്നത് അത് സർക്കാർ ചെലവിലാണ് മന്ത്രിമാരെങ്കിൽ, അല്ലെങ്കിൽ സ്വകാര്യ ചെലവിൽ. അത് ക്ലിഫ് ഹൗസിലുണ്ടായാലും അതിനെ പ്രകീർത്തിക്കണ്ടേ സംഘികൾ? കാരണം പശുക്കളെയാണ് വളർത്തുന്നത്. എന്താ പ്രശ്നം? രാജ്ഭവനിലാവുമ്പോൾ അത് എന്താ പ്രശ്നം? രണ്ടും രണ്ടായിട്ട് കാണുന്നത് എന്തിനാണ്? അപ്പം ഞങ്ങൾ രാജ്ഭവനിൽ ഇതിനെ വളർത്തുന്നതിന് ഞങ്ങൾ ഒട്ടും എതിരല്ല, നല്ല കാര്യമെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ. പക്ഷെ അതിന് പിന്നിൽ കളിക്കുന്ന രാഷ്ട്രീയം വളരെ മോശമാണ് എന്നാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇനി ഒരു കാര്യം പറഞ്ഞത് നീണ്ടുപോകാൻ അവസാനിപ്പിക്കാം. അതായത് വി.എസ്. അച്യുതാനന്ദൻ കുറച്ചുനാൾ മുമ്പ് അദ്ദേഹത്തിന് ആരോഗ്യത്തോടെ ഇരിക്കുന്ന സമയത്ത് ഒരു യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞ ഒരു വാചകമുണ്ട്. അത് സർക്കാസമാണ്, എന്നാലും അതിവിടെ ഒന്ന് പറയാമെന്ന് വിചാരിച്ചു. പശു ഗോമാതാവാണ്. വി.എസ്. പറഞ്ഞതിൻ്റെ ഒരു ഏകദേശ രൂപം ഞാൻ പറയാം, കറക്റ്റ് വേഡിങ് ആവണമെന്നില്ല. പശു ഗോമാതാവാണെങ്കിൽ കാള ഗോപിതാവാകണ്ടേ? അതായിരുന്നു വി.എസിന് ചോദ്യം. എന്തുകൊണ്ട് കാളയെ ഗോപിതാവായിട്ട് പ്രഖ്യാപിക്കുന്നില്ല? പശുവിൻ്റെ ഭർത്താവല്ലേ കാള എന്നാണ് വി.എസ്. സർക്കാസത്തോടെ ചോദിച്ചത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇതിൻ്റെ രത്ന ചുരുക്കം ഇതാണ്. നമ്മുടെ നാട്ടിൽ ഇതുവരെ ഇല്ലാതിരുന്ന നോർത്ത് ഇന്ത്യയിലെ പശു രാഷ്ട്രീയം ഇവിടേക്ക് കൊണ്ടുവരാനുള്ള വളരെ ആസൂത്രിതമായ നീക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇപ്പോൾ ഗവർണർ ചെയ്തത്. പിന്നെ അതിൻ്റെ അത് ഗവർണർക്ക് ഒരു പേഴ്സണൽ അജണ്ട കൂടിയുണ്ട്. അതായത് എൻ്റെ രാഷ്ട്രീയമായി എനിക്ക് ഈ സുഖലോലുപത ഇല്ലാതെ ഇനി ജീവിക്കാൻ പറ്റത്തില്ല, എനിക്ക് അധികാരം വേണം, എവിടെയെങ്കിലും എനിക്കൊരു പോസ്റ്റ് തരൂ
എവിടെങ്കിലും എനിക്കൊരു സ്ഥാനം വേണം, അതില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ മനോഭാവമാണ് ഈ രാജ്ഭവനിലെ പശു വളർത്തലിലൂടെ നമ്മൾ വിലയിരുത്തുന്നത്. അതായത് ഒരു നന്ദിനി, ഒരു നന്ദി, പിന്നെ അടുത്ത ദിവസം പുതിയത് വരുമായിരിക്കും. ഒരു വലിയ അടുക്കള, വലിയൊരു ഒരു കാലിത്തൊഴുത്ത് അവിടെ പുതിയത് ഉണ്ടാക്കേണ്ടി വരും. ആയിക്കോട്ടെ, അതിനും സർക്കാർ പൈസ കൊടുക്കും. പക്ഷെ രാഷ്ട്രീയം കളിക്കരുത്. ഇത്രയും പണം ചിലവാക്കി ഒരു ഗവർണറെ ഇവിടെ പോറ്റുന്ന കേരളത്തിന് വേണ്ടി അദ്ദേഹം ഒരു വാക്കെങ്കിലും സംസാരിക്കുന്നുണ്ട്, എന്തെങ്കിലും ഒന്ന് പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രധാന പണി എന്താണ്? സർക്കാരിൻ്റെ ശമ്പളം പറ്റി സർവ്വ ആഡംബരത്തോടെ ജീവിച്ചിട്ട് വലിയൊരു കൊട്ടാര സദൃശമായ രാജ്ഭവനിൽ താമസിച്ചിട്ട് സർക്കാരിനിട്ട് പാര വെക്കുക. ഇതാണോ രാഷ്ട്രീയ മര്യാദ എന്ന് ഗവർണർ എപ്പോഴെങ്കിലും ആലോചിക്കുമായിരിക്കും. ഞങ്ങൾക്കതേ പറയാനുണ്ട്.